സ്തോത്രത്തിൻ്റെ ലേഖനം എന്നൊരു ലേഖനത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഇടയ്ക്ക് മാത്രം കേൾക്കുന്നവർക്ക് തെറ്റിദ്ധാരണ വരും. ഇതിപ്പോൾ പല എപ്പിസോഡായിക്കൊണ്ടിരിക്കുകയാണ്, സ്തോത്രത്തെക്കുറിച്ചും സ്തുതിയെക്കുറിച്ചും. ഇന്ന് നമ്മൾ കൊലോസ് ലേഖനത്തിലോട്ട് പോവുകയാണ്. കൊലോസ് ലേഖനം എൻ്റെ ഇഷ്ടലേഖനം എന്ന് വിളിക്കാവുന്നതാണ്. 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: സ്തോത്രം ചെയ്യുന്നവരാകണം എന്നപേക്ഷിക്കുന്നു. അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു, 2:7. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3:17 സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്ന് കാണുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്ന് കാണുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നവരാകണം, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, സ്തോത്രത്തിൽ ജാഗരിക്കണം. ഇതിൽ ഒന്നാമത്തേത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. മുന്നമേ നാം ഓർത്തതുപോലെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയെക്കുറിച്ചും അവിടുത്തെ ത്യാഗത്തെക്കുറിച്ചും വരുവാനുള്ള രാജ്യത്തെക്കുറിച്ചും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പില്ലായ്മയെക്കുറിച്ചും ഒരു ഉൾക്കാഴ്ചയോടുകൂടെ സ്തോത്രം ചെയ്യണമെന്ന് നാം കണ്ടുവല്ലോ. ഇവിടെ അതിലൊട്ടും കുറയാത്ത വിശദീകരണമാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുകയും സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാപ്തരാക്കി, വിടുവിച്ചു, ആക്കി വെച്ചു. ആ പിതാവിന്, ആ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് പൗലോസ് ശ്ലീഹ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കൊലോസ്യയിലെ വിശ്വാസികൾ ആരാകണം, എന്താകണം, എങ്ങനെയുള്ളവരാകണം? കൊലോസ്യയിലെ വിശ്വാസികൾ സ്തോത്രം ചെയ്യുന്നവരാകണം. എങ്ങനെ സ്തോത്രം ചെയ്യണം? നമ്മെ പ്രാപ്തരാക്കിയ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിവോടെ സ്തോത്രം ചെയ്യണം. നമ്മെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച് നല്ല ഓർമ്മയോടെ സ്തോത്രം ചെയ്യണം. നമ്മെ ആക്കി വെച്ചത് എവിടെയാണെന്ന് അറിഞ്ഞ് സ്തോത്രം ചെയ്യണം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പലപ്പോഴും ഭൗതിക നന്മകളെ ഓർത്തല്ലേ സ്തുതിക്കുന്നേ? രോഗത്തിൽ നിന്ന് വിടുവിച്ചതിനും മരണത്തിൽ നിന്ന് വിടുവിച്ചതിനും മക്കളെ തന്നതിനും പൈസ കിട്ടിയതിനും ജോലി കിട്ടിയതിനും ഒക്കെ സ്തോത്രം ചെയ്യുന്നവരാണ്. അതെങ്കിലും ചെയ്താട്ടെ, ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? എന്നാൽ ഇതൊന്നും മനസ്സിലാക്കണേ എന്ന് പാദം പിടിച്ചപേക്ഷിക്കുകയാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മെ പ്രാപ്തരാക്കി എന്ന് പറഞ്ഞാൽ ഇന്നായിരിക്കുന്ന ഈ ദൈവമഹത്വത്തിലേക്കും ഈ ദൈവകൃപയിലേക്കും ഈ ദൈവ തേജസ്സിലേക്കും വരാനുള്ള യാതൊരു അർഹതയും നമുക്കില്ല. എന്നാൽ ദൈവം നമ്മെ പ്രാപ്തരാക്കി, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു,
എന്ന് പറഞ്ഞാൽ ഫറവോന്റെ ആധിപത്യത്തിൽ കിടന്ന ഇസ്രയേൽ ജനത്തെ 10 മാരകമായ ബാധ എന്ന പണിഷ്മെന്റിലൂടെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്നതുപോലെ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അത്രയും തിരിച്ചറിവോടുകൂടെ സ്തുതിക്കുമ്പോൾ ഉറക്കം തൂങ്ങി സ്തുതിക്കത്തില്ല. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. നമ്മുടെ സ്തുതിയുടെ ലെവൽ മാറുമ്പോൾ നമ്മുടെ വീടിന്റെ ലെവൽ മാറും. സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയ പിതാവേ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ധ്യാനം ഒരു സ്ഫോടനമായി മാറാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ സ്തുതി നിറയണമേ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ വീടുകളിലും കിടക്കകളിലും സ്തുതി ഉയരട്ടെ. രോഗത്തിലാണെങ്കിലും കഷ്ടത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും തളർച്ചയാണെങ്കിലും ക്ഷീണമാണെങ്കിലും സമൃദ്ധിയാണെങ്കിലും സ്തുതി കൊണ്ട് വീടുകൾ നിറയുമ്പോൾ ദൈവസിംഹാസനം വീട്ടിലേക്ക് ഇറങ്ങുന്നതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.